പുതിയ സീരിയൽ ഇപ്പോൾ മാംഗല്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സി ചാനലിലാണ്. പിന്നെ ഒരു പുതിയ പ്രോജക്റ്റ് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങൾ പിന്നീട് അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ പറയാം. ചേട്ടൻ്റെ പുതിയത് 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ, മനോരമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പുതിയതാണ്. 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. നായകനായ കുഴപ്പമുണ്ട്. നമ്മളെല്ലാവരും നായകന്മാരാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കിൽ ഞാൻ നായകനായി. അതെ, പക്ഷെ വേറെ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനെ പിന്നെ സ്റ്റേജ് ഷോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതാണ് ഇപ്പം നമ്മുടെ നിലവിലുള്ള വർക്കുകൾ ഇതൊക്കെയാണ്. 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്നറിയാവോ, ആ ബ്രേക്ക് വന്നു എന്ന് തോന്നാൻ കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ചാനൽ അല്ലെങ്കിൽ 2 ചാനലേ ഉള്ളൂ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ചാനലുകൾ, 4-5 ചാനലുകൾ തന്നെ സീരിയൽ ഓൾമോസ്റ്റ് 36 സീരിയൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണാനായിട്ട് എല്ലാവർക്കും സാഹചര്യം നടക്കത്തില്ല. പണ്ടൊക്കെ ഏഷ്യാനെറ്റ്, പിന്നെ ഇപ്പോഴത്തെ മിക്കവരും ഏഷ്യാനെറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റത്തില്ല. അങ്ങനെ ഒരു ചാനൽ, ചിലർ സൂര്യയുടെ അഡിക്റ്റാണ്, ചിലർ സീകേരളത്തിന് അഡിക്റ്റാണ്. അങ്ങനെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം കാണും. അപ്പം മറ്റുള്ള സീരിയലുകളിൽ ആരൊക്കെയാണ് എന്നുള്ളത് ചിലപ്പം അറിയാനായിട്ടുള്ള. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയൊരു ആക്റ്റീവ് അല്ല, അതുകൊണ്ടായിരിക്കാം ഞാൻ കൂടുതലേക്ക് അങ്ങോട്ടേക്ക്. മറ്റേതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ ഏതാ വർക്ക് ചെയ്യുന്നതിൻ്റെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ആൾക്കാർ, ഞാൻ ഇന്നതാണ് അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ സീരിയലിൽ ആക്റ്റീവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിച്ച് പോകുന്നത്. സിനിമ വർക്ക് ഇപ്പം ഞാൻ അശാന്തം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അതിന് വലിയൊരു സന്തോഷം. അതിനൊരു മധ്യപ്രദേശിൻ്റെ അവാർഡിന്, അതായത് ഗവൺമെൻറ് അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അതുപോലത്തെ ഒരു അവാർഡുണ്ട്. നമ്മുടെ കേരള സംസ്ഥാന ഫിലിം അവാർഡ് പോലെ തന്നെ മധ്യപ്രദേശിൻ്റെ അതിന് മികച്ച ക്യാരക്ടർ ആക്ട്രസ്സായിട്ട് എനിക്കാണ് കിട്ടിയത്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. അല്ലേ ചേട്ടനില്ലേ സന്തോഷം? എനിക്ക് ഊത്തുപോലെ ഞാൻ അങ്ങനെയൊന്നും പറയില്ല, കാരണം എന്നും എപ്പോഴും കൂടെയാണ്. അത് കിട്ടാൻ വലിയ പാടാ. അല്ല, അത് സപ്പോർട്ടുണ്ട് കേട്ടോ. സപ്പോർട്ടില്ലാതെ ഒന്നും പറ്റത്തില്ല നമുക്ക്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാതിരിക്കരുത്, പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടണം, മെമിക്രിയൊക്കെ പറയും. ഇപ്പോൾ അയ്യോ ഭയങ്കര സംഭവം അല്ലേ. അതൊക്കെ ഇപ്പം ചേട്ടൻ മിമിക്രി പറയത്തില്ല, ചേട്ടനാണ് ഇപ്പം പാട്ടിനാണെങ്കിലും കൂടുതൽ ആക്റ്റീവ് ആക്കിയിട്ട്, ഇപ്പം സ്റ്റേജിലേക്കാണെങ്കിലും കൂടുതൽ ആക്റ്റീവ് ആക്കിയത് ചേട്ടനാണ്. കൂടുതലും ചേട്ടൻ പറ, വൺ മാൻ ഷോയുടെ ആളാണെന്ന് പറ. ഞാൻ ഈ വൺ മാൻ ഷോ എന്ന് പറയുന്നത് കലാകാരനാണ്, കാരണം ഒറ്റയ്ക്ക് പൊരുതുക. അതാണ് കൂടുതലും ഇൻഡിവിജ്വൽ പെർഫോമർ ആയിട്ടാണ് ചേട്ടനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ലാൽ സാറിന് അറിയാമായിരിക്കും നിങ്ങൾക്ക് അല്ലേ? ലാലേട്ടന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഈ ട്രാക്കൊക്കെ കൊടുക്കുക എന്ന് പറയുന്നൊരു ശബ്ദം, അത് ചെറുതിലേ മുതൽ ഇങ്ങനെ ചിലിച്ച് കഴിഞ്ഞിട്ട് പ്രണയം വരെ കൊണ്ടെത്തിച്ചു. ഇപ്പം എനിക്ക് തോന്നുന്നൊരു 20-25 വർഷമായി അല്ലേ ലാലേട്ടനെ പറയുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കടപ്പാട് അദ്ദേഹത്തിനോട് മാത്രമേ ഉള്ളൂ. കാരണം ഇന്നും എൻ്റെ നാവ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ശബ്ദം, അത് എനിക്ക് തന്നെ അറിഞ്ഞു. ഗുരു എന്ന സിനിമയിൽ ഞാൻ ആർട്ട് വർക്കിന് പോയതാണ്. പക്ഷേ ലാൽ സാറിൻ്റെ ഫ്രണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ലാലേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് കളയരുത് എന്ന് പറഞ്ഞു. ആ കളഞ്ഞില്ല, ഇന്ന് വരെയും ഇപ്പോഴും കൊണ്ട് നടക്കണുണ്ട്. അതെല്ലാവരും പറയും. അത് പറയുമ്പോൾ എന്തോ ഒരു ദൈവം തരുന്ന ഒരു കഴിവാണ്. ആ ഒരു കഴിവ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാനും എൻ്റെ കൊച്ചും കൂടെ ഒരു പ്രണയം എന്ന സിനിമ ഞാൻ ട്രാക്ക് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് പ്രണയം കേൾക്കാം. മരണമെന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഒരു ശ്വാസത്തിനും അടുത്ത ശ്വാസത്തിന് ഇടയ്ക്കുള്ള സ്പ്രിങ്സ് മരണം സംഭവിക്കും. ഈ ഗ്രേസിന് ഭയങ്കര പേടിയാണ് മരണത്തെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കണമെന്നൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നറിയുമോ മിണ്ടിയത് പോലും. അലസമായി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പ്രണയം പലപ്പോഴും അയക്കണം വരും. ജീവിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ അറിയാമെങ്കിൽ. If you want a lover, do anything you ask me to. And if you want another kind of love, I am your man.